Welcome back to my channel. Now we are discussing the graph theory PYQ part 2 questions. So our first question is K4 and Q3 are graph with the following structures. So K4, Q3 and graph. Which one of the following statement is true in relation to these graphs? A. K4 is planar while Q3 is not. B. Both K4 and Q3 are planar. C. Q3 is planar while K3 is not. D. Neither K4 nor Q3 is planar. So, നമുക്ക് ഇതിൽ K4 and Q3 planar ആണോ അല്ലയെന്ന് first of all check ചെയ്ത് നോക്കാം. So first K4. K4ന് 4 vertices ഉണ്ട്. K4 ആണ് എടുക്കുന്നത്. ഓക്കെ, ഇതൻ ഈ ഒരു എഡ്ജ് നമുക്ക് ഇങ്ങനെ എടുക്കാം. പ്ലാനാർ ആകുമ്പം എഡ്ജസ് തമ്മിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് എല്ലാ എഡ്ജസും ഒരു പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. ദെൻ നെക്സ്റ്റ് Q3 ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിനെ നെയിം ചെയ്യാം. A, B, C, D, E, F, G, H. സോ നമ്മൾ ഫസ്റ്റ് ABCD എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ക്വയർ എടുക്കാം. ABCD. ദെൻ EFG. EFGH. ദെൻ നമുക്ക് എന്ന് എല്ലാ എഡ്ജസ് എന്ന് ബിയിലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. A to B, A to E, A to C. Then from B, B to A, B to F, B to D. And from C, C to D, C to A, C to G. Then from D, D to B, D to C, D to H. Then നമ്മൾ റിമൈനിങ് എഡ്ജസ് ഇന്ന് E to F, E to G, then F to B, F to E, F to H, then H to D, H to G. Okay, so നമുക്ക് പറയാം both K4 and Q3 are planar ആണെന്ന് പറയാം. So answer is B. Okay. Then next question, let G be a simple undirected planar graph on 10 vertices with 15 edges. If G is a connected graph, then the number of bounded faces in any embedding of G on the plane is equal to. സോ നമുക്ക് ഒരു സിമ്പിൾ അൺഡയറക്റ്റഡ് പ്ലാനാർ ഗ്രാഫ് ഉണ്ട്. സോ അതിലെ നമ്പർ ഓഫ് വെർട്ടിസസ് എന്ന് പറയുന്നത് നമുക്കുള്ള വെർട്ടിസസ് 10 വെർട്ടിസസ് ആണുള്ളത്. 10 വെർട്ടിസസ്, പിന്നെ 15 എഡ്ജസ് ഉണ്ട്. സോ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞത് നമ്പർ ഓഫ് ബൗണ്ടഡ് റീജിയൻ ഓർ ബൗണ്ടഡ് ഫേസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ യൂസിങ് Euler ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്കറിയാം എന്താണ് V മൈനസ് E പ്ലസ് R. V മൈനസ് E പ്ലസ് R എന്താണ് is equal to 2 according to Euler ഫോർമുല. സോ R equal to എന്താണ് R equal to E minus V plus 2. So E എന്ന് പറയുന്നത് 15 ആണ്.
മൈനസ് വി എന്ന് പറയുന്നത് 10 ആണ് പ്ലസ് 2. സോ നമുക്ക് ടോട്ടൽ റീജിയൻ എന്ന് പറയുന്നത് 7 കിട്ടും. 7. സോ ഈ ആർ എന്ന് പറയുന്ന ടോട്ടൽ റീജിയൻ ആണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് ബൗണ്ടഡ് ഫേസസ് ആണ്. സോ ഒരു റീജിയനിൽ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബൗണ്ടഡ് റീജിയനും വരും പ്ലസ് അൺബൗണ്ടഡും വരും. അൺബൗണ്ടഡ് റീജിയൻ വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഗ്രാഫിൽ ഇവിടെ R1 എന്ന് പറഞ്ഞ റീജിയൻ ഉണ്ട്, ഇവിടെ R2 ഉണ്ട്. ഇതിൽ ഈ R1 ആൻഡ് R2 എന്ന് പറയുന്നത് ബൗണ്ടഡ് റീജിയൻ ആണ്. ഈ R3 എന്ന് പറയുന്നത് അൺബൗണ്ടഡ് റീജിയൻ ആണ്. ഓക്കെ, സോ നമുക്ക് കിട്ടിയത് ബൗണ്ടഡ് പ്ലസ് അൺബൗണ്ടഡ് ആണ്. 7 എന്നാണ് കിട്ടിയത്. ഈ ബൗണ്ടഡിന് ഫൈനൈറ്റ് റീജിയൻ എന്ന് പറയാം, അൺബൗണ്ടഡിന് ഇൻഫൈനൈറ്റ് റീജിയൻ എന്നൊക്കെ പറയാം. സോ നമുക്ക് ബൗണ്ടഡ് റീജിയൻ കിട്ടാൻ R-1 ചെയ്താൽ മതി. സോ 7 - 1 = 6 എന്നായിരിക്കും ആൻസർ. സോ ഇതിലെ ബൗണ്ടഡ് ഫേസസ് 6 ആണ്. ആൻസർ ഈസ് B. Then our next question, a graph is self-complementary if it is isomorphic to its complement. For all self-complementary graphs on n vertices, n is a multiple of 4, even or congruent to 0 mod 4 or 1 mod 4. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് കോംപ്ലിമെൻ്ററി ഗ്രാഫ്. സോ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഗ്രാഫ് വരക്കാം. സോ ദിസ് ഈസ് G. ഈ ഒരു G എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ കോംപ്ലിമെൻ്ററി ഗ്രാഫ് എന്ന് പറയുന്നത്, അതായത് G' എന്ന് പറയുന്നത്, ഇതിലെ നമ്പർ ഓഫ് വെർട്ടിസസ് സെയിം ആയിരിക്കും. 4 വെർട്ടിസസ് ആണുള്ളത്. സോ നമ്മൾ 4 വെർട്ടിസസ് വരച്ചു. G' ആണ് കോംപ്ലിമെൻ്ററി ഗ്രാഫ്. ബട്ട് എഡ്ജസ് ഡിഫറെൻ്റ് ആവണം. അതായത് ജിയിൽ വന്ന എഡ്ജസ് G' വരാൻ പാടില്ല. സോ നമുക്ക് G' വരുന്ന വെർട്ടിസസ് ഈ 2 വെർട്ടിസസ് ആയിരിക്കും. സോ ഈ രണ്ട് ഗ്രാഫിലും ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത്, അതായത് E of G പ്ലസ് E of G പ്ലസ് E of G' ആയിരിക്കും. ഇസ് ഈക്വൽ ടു എന്താണ് നമുക്കറിയാം, n × n - 1/2. n - 1/2. ഓക്കെ, ഇനി ഈ G ആൻഡ് G' എന്ന് പറയുന്നത് ഐസോമോർഫിക് ആവുന്ന കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, E of G പ്ലസ്, രണ്ടും ഐസോമോർഫിക് ആണല്ലോ. സോ E of G പ്ലസ് E of G ഈക്വൽ ടു n × n - 1/2. സോ നമുക്ക് 2 × E of G എഴുതാം. ഇസ് ഈക്വൽ ടു n × n - 1/2. Then ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത്, E of G എന്ന് പറയുന്നത് വാട്ട് n × n - 1/4 ആയിരിക്കും. സോ നമുക്ക് പറയാം ഈ n × n - 1 എന്ന് പറയുന്നത് ഇസ് ഡിവിസിബിൾ ബൈ 4 ആണെന്ന് പറയാം. സോ അതുകൊണ്ട് തന്നെ n ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 4 or 1 mod 4. So our answer is B. Then next question,
Which one of the following is true for any simple connected undirected graph with more than two vertices? A. Two vertices have the same degree. At least two vertices have the same degree. At least three vertices have the same degree. All vertices have the same degree. So, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ടു വേർട്ടിസസ് ഹാവ് ദ സെയിം ഡിഗ്രി എന്നാണ്. ഇതാണ് കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. എ, സി ആൻഡ് ഡി എന്ന് പറഞ്ഞ ചോയ്സസ് വെച്ചിട്ട് നമുക്ക് ഇറ്റ്സ് പോസിബിൾ ടു കൺസ്ട്രക്ട് ഗ്രാഫ്. Okay, thank you.